കിച്ചണിൽ ബ്രെഡ് ഇരിപ്പുണ്ടോ? എന്നാൽ വാ എണ്ണയിൽ വറുത്ത് കോരാത്ത ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാം. പാനിൽ 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ഒരു സവോള കുനുകുനാന്നരിഞ്ഞതും ഒരു പച്ചമുളക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ഇതെല്ലാം നന്നായി ഇളക്കി വഴറ്റി അതിലേക്ക് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ച ചിക്കൻ്റെ പീസസും ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ മസാല റെഡിയായി. ഇനി ഒരു പാത്രത്തിൽ 1 ഗ്ലാസ് പാലൊഴിച്ച് ഒരു മുട്ട, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലൊരു കുഴിവുള്ള പാനിലേക്ക് മുട്ടയും പാലും ചേർത്ത് മിക്സിയിൽ മുക്കിയെടുത്ത ബ്രെഡ് അടുക്കി വെച്ച് കൊടുക്കാം. ഗ്യാപ്പ് ഉള്ളിടത്തെല്ലാം ബ്രെഡ് വെച്ച് തന്നെ ഫില്ല് ചെയ്യണേ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മിക്സും കൂടി ഇട്ട് കൊടുത്ത് ഇതുപോലെ ബ്രെഡ് വെച്ച് തന്നെ കവർ ചെയ്തെടുക്കാം. ബാക്കി വരുന്ന മിക്സും കൂടി ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പഴയ പാൻ വെച്ച് അതിന് മുകളിലായി ബ്രെഡ് ഫില്ല് ചെയ്ത പാനും കൂടെ വെച്ച് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റിന് ശേഷം ഇതുപോലെ വേറൊരു പാനിലേക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ മറുവശവും ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്താൽ നമ്മുടെ ബ്രെഡ് നിറച്ചത് റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് ഈസി ആൻഡ് ടേസ്റ്റിയാണ്. അപ്പോൾ ഇതേപോലെ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇത്തരം റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.